നിങ്ങൾ എപ്പോഴും വിളിച്ചോ. ഇതാണ് KPCC പ്രസിഡന്റ് നമുക്ക് തന്ന സാമോൻ വി വർക്കിയാണ് ഒഫീഷ്യൽ സ്ഥാനാർത്ഥി. ക്യാമ്പയിനില്ലേ അദ്ദേഹം ക്യാമ്പയിനില്ല. ഇവിടെ വന്ന് ബൈറ്റ് കൊടുത്ത അയാളുടെ വോട്ട് കുറയും, അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ നിർത്തിയേക്കുന്നത്. ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഇതിന്റെ മേലിൽ ഒരു നടപടി ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആകുമ്പോൾ അറിയിക്കണം. ഓക്കെ, എന്താണ് ഇങ്ങനെ ഒരു എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് വലിയ അറിവുണ്ടായിട്ടുള്ള ഒരു വിഷയമല്ലത്. കാരണം വാഗത്താനത്ത് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി എന്നെ ഏപ്രിൽ മജു ആനിക്കൽ എന്നാണ് എൻ്റെ പേര്, എന്നെ പരിഗണിക്കുമ്പോൾ ഇവിടുത്തെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോടും NCPയോടും ഒക്കെ ആലോചിച്ച് എല്ലാവർക്കും ഒരു ക്ലെയിമും ഇല്ലാത്ത എല്ലാവർക്കും ഓക്കെ പറഞ്ഞൊരു സ്ഥാനാർത്ഥിയായിട്ടാണ് എൻ്റെ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്. പിന്നീട് എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ ബാങ്കിൽ തെരഞ്ഞെടുപ്പാണെന്നും അതിനകത്ത് സീറ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അറിയിക്കണമെന്നുള്ള കാര്യം യൂത്ത് കോൺഗ്രസിനോടൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു ആവശ്യം നാളിതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ മാത്രമല്ല, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ വാഗ്ദാനത്തെ പ്രാദേശിക തലത്തിലുള്ള നേതാക്കൾ അവരെന്തുകൊണ്ടാണ് ഇലക്ഷൻ്റെ തലേന്ന് രാത്രി എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞത് അവർ കൊടുക്കുന്നൊരു പേപ്പറെ സൈൻ ചെയ്ത് കൊടുക്കണം. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് വാസ്തവമായി അറിയില്ല. ഇവരോടൊക്കെ കൂടി ഈ പറയുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ആളുകളോടും ഇവിടുത്തെ വാഗ്ദാനത്തെ പ്രാദേശിക നേതാക്കന്മാരോടും ഒക്കെ ആലോചിച്ച് NCPയോടും ആലോചിച്ച് എല്ലാവർക്കും യാതൊരു തരത്തിലുള്ള ഏബൽ മജു ആനിക്കലാണ് കാൻഡിഡേറ്റ് എങ്കിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ക്ലെയിമും ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സ്ഥാനാർത്ഥിയായി വന്ന ഒരാളാണ്. ഇന്നത്തെ തർക്കത്തിന് എന്താണ് കാരണം? ഇന്നത്തെ തർക്കത്തിൽ എനിക്കറിയില്ല. ഇന്നത്തെ തർക്കത്തിന്റെ വിഷയം തർക്കത്തിന്റെ കാര്യം ഇതുപോലൊരു സ്ലിപ്പ് മേടിച്ച് പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് മടക്കി വെച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ഇന്നത്തെ തർക്കം എന്ന് പറയുന്നത് ആ സംഘടനത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഔദ്യോഗിക സ്ഥാനാർത്ഥി UDFിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമുക്കറിയാം എല്ലാ ബാങ്ക് തെരഞ്ഞെടുപ്പിലും ഇതുപോലൊരു സ്ലിപ്പുണ്ട്. എന്നാൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ്റെ സ്ലിപ്പിൽ അവർ പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സ്ലിപ്പുണ്ട്. ആ സ്ലിപ്പിനകത്ത് എൻ്റെ നമ്പർ 21 ആണ്. ആ 21 എന്നുള്ള നമ്പർ മാറ്റി 23 എന്നാക്കിക്കൊണ്ട് അവർ പ്രിന്റ് ചെയ്തുകൊണ്ട് ഇവിടെ വരുന്ന ആളുകളെ പറ്റിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് UDFിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ അവരല്ലേ അപ്പോൾ ആളുകളെ കളിപ്പിക്കുന്നത്, ഞാനല്ലല്ലോ. അതാണ് എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് പറയാൻ. അതാണ് യൂത്ത് കോൺഗ്രസ് സീറ്റ് കൊടുക്കുന്നത് KPCC ലെറ്ററാണ്. KPCC പ്രസിഡന്റ് അല്ലല്ല, പുള്ളിയുടെ ഫാദർ കേരള കോൺഗ്രസ്സുകാരനാണ്. അപ്പൻ ആനപ്പുറത്തിരുന്ന് പറഞ്ഞ് മകന് താഴെ പോകേണ്ട കാര്യം യൂത്ത് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പിടിച്ചിരുത്തേണ്ട കാര്യമുണ്ട്. ഒരിക്കലുമില്ല. ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് കൊടി പിടിച്ചും പോസ്റ്റർ ഒട്ടിച്ച് ഞങ്ങൾ നടക്കുന്നവരാണ്. ഞങ്ങളൊരു സ്ഥാനാർത്ഥി ചോദിച്ചിട്ട് ഇവിടുത്തെ കോൺഗ്രസ് തന്നില്ല. ഇത് KPCC ലെറ്ററാണ്. KPCC ലെറ്റർ എടുത്തോളാം. KPCC ലെറ്ററാണ്. സാമൂഹ്യ വിവർത്തി സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് KPCC ലെറ്റർ ഉണ്ട്, എന്നിട്ട് തന്നിട്ടില്ല. കൊടുക്കുന്നുണ്ട്. ഇത് നുണയാ പറയുന്നത്, ശുദ്ധ നുണയാ പറയുന്നത്, ശുദ്ധ നുണയാ പറയുന്നത്. ഒരു മാറ്റമില്ല. ഇത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ഒരു തീരുമാനപ്രകാരമാണ് ഞങ്ങളിത് മത്സരിക്കുന്നത്. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റാണ്. നേരത്തേക്ക് ഇവിടെ പുതിയ സർക്കാർ നിയമത്തിലെ പുതിയ ഭേദഗതി പ്രകാരം 40 വയസ്സിൽ താഴെയുള്ള 2 സീറ്റുകൾ പൊതു വനിത പുരുഷ വിഭാഗത്തിന് നമുക്ക് യൂത്ത് കോൺഗ്രസിന് അർഹതപ്പെട്ട സീറ്റാണ്. ഇത് 4 ബാങ്കിൽ നമ്മളിത് ചോദിച്ചപ്പോഴത്തേക്ക് ആ 4 ബാങ്കിൽ നമുക്ക് തരാനുള്ള സീറ്റ് അവർ വേറെ പല താല്പര്യങ്ങളും വെച്ച് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഒരു RSS ഹരിഭാവിക്കോടെ കൊടുത്തു എന്നുള്ളതാണ്. അവിടെ ഞങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ വാഗ്ദാന സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഇത് വന്നത്. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സീറ്റ് ആവശ്യപ്പെടുകയും ചെയ്തു. സീറ്റ് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ആദ്യം പറഞ്ഞത് കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കേരള കോൺഗ്രസിന് കൊടുത്ത സീറ്റാണെന്ന് പറഞ്ഞത്, ജോസഫ് ഗ്രൂപ്പിന് കൊടുത്ത സീറ്റാണെന്ന് പറഞ്ഞു. ഈ ഒരു പയ്യനെ, ഒരു 22 വയസ്സുള്ള ഒരു പയ്യനെ ഇവിടെ കൊണ്ടുവന്നു. 22 വയസ്സുള്ള പയ്യൻ പറഞ്ഞു, ആദ്യം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ യൂത്ത് കോൺഗ്രസുമായിട്ട് ഒരു ബന്ധമുള്ള പയ്യനല്ല, ഞങ്ങളുടെ ഒരു പരിപാടിക്കും വന്നിട്ടുള്ള ഒരു പയ്യനല്ല, നിങ്ങൾ മണ്ഡലം കമ്മിറ്റി ഒന്നടങ്കം അറിയിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇവിടുത്തെ മണ്ഡലം കോൺഗ്രസ് നേതൃത്വം ഇത് തീരുമാനം മാറ്റിയിട്ട് ഇവൻ
ഇവൻ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്, കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു. എന്നാൽ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അന്ന് തന്നെ പ്രസ്താവന ഇറക്കി ഈ പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് കേരള കോൺഗ്രസ് ആയിട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലെന്ന് ഇവർ പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവന വെച്ച് ഞങ്ങൾ KPCC പ്രസിഡന്റിനെ കാണുകയും അദ്ദേഹം ഈ സീറ്റ് നമ്മുടെ 23 നമ്പറായിട്ട് മത്സരിക്കുന്ന ശ്രീ സാമോൻ വർക്കിക്ക് നൽകണമെന്ന് KPCC പ്രസിഡന്റ് നേരിട്ട് വിളിച്ചു പറയുകയും KPCC സെക്രട്ടറി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണന്റെ കത്ത് DCC പ്രസിഡന്റ് നൽകുകയും ചെയ്തു. എന്നാലും ഈ കത്തിനൊക്കെ ഒരു പുല്ലുവില പോലും കൽപ്പിക്കാതെ ഈ കോൺഗ്രസ് നേതൃത്വം അവരുടെ തന്നിഷ്ടപ്രകാരം മുമ്പോട്ട് നീങ്ങി. ഇതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ശക്തമായി ഒന്നടങ്കം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ, ജില്ലാ കമ്മിറ്റിയുടെ, സംസ്ഥാന കമ്മിറ്റിയുടെ അറിവോടുകൂടി തന്നെ ഞങ്ങളിത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഇവിടെ ഒരു മത്സരം വെക്കുന്നു. ഞങ്ങളിത് പാർട്ടിക്കെതിരെയല്ല, ഞങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിനെ തോൽപ്പിക്കാനല്ല, കോൺഗ്രസ് തോക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ഈ ഇന്ത്യ മുഴുവൻ രാഹുൽ ഗാന്ധി യുവജനങ്ങളെ ഒപ്പം നിർത്തി ഭാരതത്തിലും കേരളത്തിലും ഒക്കെ കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന്റെ പാതയിലാവുമ്പോഴത്തേക്ക് ഈ വാഗ്ദാനത്തെ കോൺഗ്രസ് നേതൃത്വം മാത്രം ഇങ്ങനെ ഒരു യുവാക്കളോട് ഒരു പുറത്തിരിക്കുന്ന ഒരു സമീപനമാണ്. ഈ സമീപനത്തിനെതിരെയാണ് ഞങ്ങളുടെ ഒരു പോരാട്ടം. ഈ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള പിന്തുണയാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ വാഗ്ദാനത്തെ ജനാധിപത്യ വിശ്വാസികളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത്. പലരും നമ്മളോട് വിളിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഞങ്ങളിത് മാക്സിമം ഈ ഒരു പോരാട്ടം ഞങ്ങൾ മുമ്പോട്ടും തുടരും. ഈ ബാങ്ക് ഇലക്ഷൻ മാത്രമല്ല, ഇത് കഴിയുമ്പോഴും ഞങ്ങളിത് മുമ്പോട്ട് തന്നെ ഈ ഒരു പോരാട്ടം ഞങ്ങൾ തുടരും. വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ ഉൾപ്പെടെയുള്ള ഇതിനകത്ത് ഞങ്ങളിവിടെ വാഗ്ദാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒരു തിക്തശക്തിയായിട്ട് തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകും. നിലവിൽ രാവിലെ എന്തെങ്കിലും കയ്യേറ്റമൊക്കെ ഉണ്ടാവാൻ കാരണം എന്താണ്? കയ്യേറ്റമല്ലായിരുന്നു. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ മാത്രമായിട്ട് ഒരു സ്ലിപ്പ് നമ്മൾ അടുപ്പിച്ചായിരുന്നു. ആ സ്ലിപ്പ് നമ്മുടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഏബൽ മജു എന്ന് പറഞ്ഞ ആ പയ്യൻ അത് കീറിക്കളയാനും അങ്ങനെ ബാക്കിയേറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം പോലീസ് ഇടപെട്ട് അത് എല്ലാം മാറ്റിവിടുകയായിരുന്നു ചെയ്യും. അവർ തന്നെയാണ് ഈ പ്രകോപനമായിട്ട് ഇങ്ങോട്ട് വന്നത്. നമ്മളങ്ങോട്ട് ആരോടും ഒരു പ്രകോപനമായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. നമ്മൾ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു പയ്യൻ്റെ നമ്പർ മാത്രം മാറ്റിയിട്ടാണ് നമ്മൾ 23 നമ്പർ മാത്രം വെച്ചത്. KPCC ലെറ്റർ പ്രകാരമാണ് നമ്മൾ കോൺഗ്രസിനെതിരല്ല ആ 21 എന്ന നമ്പർ മാത്രം മാറ്റി 23 വെച്ചേക്കുന്നത്. 21 കാരണം ഏബൽ മജുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഇന്നേ വരെ യൂത്ത് കോൺഗ്രസ് മെമ്പർഷിപ്പ് പോലും ഇല്ലാത്തൊരു പയ്യാണ്. ഒരു വർഷം കൊണ്ട് 4 പാർട്ടികൾ മാറിയ ഒരു പയ്യാണ്. ആ പയ്യനോട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി, വാഗത്തറ മണ്ഡലം കമ്മിറ്റി നമുക്ക് യോജിച്ചു പോകാൻ പറ്റത്തില്ല. കാരണം നമ്മളിതുവരെ കണ്ടിട്ടില്ല നമ്മളുടെ ഒരു പരിപാടിക്കോ ഒരു കാര്യത്തിനോ വന്നിട്ട് കോൺഗ്രസിനെ ഇവിടുത്തെ പാർട്ടി നേതൃത്വം അവഗണിക്കുകയാണെന്നാണ്. അതെ സത്യമായിട്ട് ഇവിടുത്തെ പാർട്ടി നേതൃത്വം അവഗണിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കുറേ പ്രായത്തിൽ മുതിർന്ന കുറേ പ്രാദേശിക മുതിർന്ന നേതാക്കന്മാരുണ്ട്. അവരുടെ കുത്തകയായിട്ടാണ് ഈ ബാങ്ക് ഇവരെല്ലാവരും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു കുടുംബത്തിൽ ഒരു പ്രാദേശിക നേതാവ് ഉണ്ടെങ്കിൽ ആ പ്രാദേശിക നേതാവ് അടുത്ത വർഷം മത്സരിപ്പിക്കുന്നത് ആ പ്രാദേശിക നേതാവിൻ്റെ കുടുംബത്തിലുള്ള ഒരാളായിരിക്കും. കാരണം കുടുംബത്തിലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ കള്ളത്തരങ്ങളൊന്നും പിടിക്കപ്പെടത്തില്ല എന്നായിരിക്കും ഇവർ കഴിയുന്നത്. നമുക്കെന്താണെന്ന് അറിയത്തില്ല, പക്ഷെ അവരങ്ങനെയാണ് മത്സരിപ്പിക്കുന്നത്.